ഇസ്ലാം ഭരണഘടനാ ലംഘനമോ എന്നാണ് ചോദ്യം. ശ്രീ ആന്റോ. ഞാൻ എന്തായാലും ഈ ഭാരതാംബേനെ ഇപ്പം നിയമസഭ രാജ്ഭവനിൽ വെച്ചിരിക്കുന്ന ഭാരതാംബേനെ അംഗീകരിക്കാൻ തയ്യാറല്ല. അത് കാര്യമായിട്ട് തന്നെ പറയാമല്ലോ. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രമാണ്. അവിടെ ഭരിക്കുന്നത് ഭരണഘടനയുടെ കീഴിലാണ്. അല്ലാതെ തോന്നുന്നവർക്ക് തോന്നുന്ന ഭാഷയിൽ തോന്നുന്ന സ്റ്റൈലിൽ ഒരു പടം കൊണ്ടുവച്ചിട്ട് ഇതിനെ പൂജിച്ചോളാൻ പറഞ്ഞാൽ അത് ഈ അംഗീകരിക്കേണ്ട ഗതികേടൊന്നും ഇന്ത്യൻ ജനതയ്ക്ക് ഇപ്പോൾ വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ RSSൻ്റെ കാവിക്കൊടി കയ്യിൽ പിടിച്ചിട്ട് സിംഹത്തോടൊപ്പം നിൽക്കുന്ന ഒരു ഭാരതാംബേനെ വെച്ചിട്ട് ഇതാണ് നിങ്ങളുടെ ഭാരതാംബയുടെ ചിത്രം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കേണ്ട ഗതികേടൊന്നും ഇപ്പോഴത്തെ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ജനങ്ങൾക്കും വന്നിട്ടില്ല എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കിക്കൊള്ളുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ, നമ്മുടെ രാജ്യം എന്ന് പറയുന്നതെന്നറിയോ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം കൂടി ചേർന്നതാണ്. ഞാൻ നാളെ രാവിലെ പറയുകയാണ് എനിക്കൊരു കുരിശിൻ്റെ അടയാളമുള്ള ഒരു ഭാരതാംബേനെ തരുന്ന പറഞ്ഞാൽ നിങ്ങൾ തരുമോ? RSSകാർ സമ്മതിക്കുമോ? നാളെ രാവിലെ പിണറായി വിജയൻ അവിടെ അവരുടെ കേരളത്തിൻ്റെ ചിഹ്നവും ഇന്ത്യയുടെ ചിഹ്നമൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് നാളെ ഒരു അരിവാളും ചുറ്റികയും നക്ഷത്രം എല്ലാം കൂടി വെച്ചാൽ നിങ്ങൾ സമ്മതിക്കുമോ? ഇതൊന്നും പറയില്ലല്ലോ. RSSന് പൂജിക്കണേ RSS പൂജിച്ചോന്നേ. ആരെ RSSനോട് പൂജിക്കേണ്ടതെന്ന് പറയുന്നത്? കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും എല്ലാം ഇഷ്ടംപോലെ അവരുടേതായ കൊടികളും അവരുടേതായ ചിഹ്നങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങൾ യൂസ് ചെയ്തോ, പക്ഷെ അത് അടിച്ചേൽപ്പിക്കാൻ നിൽക്കരുത്. കേരളത്തിലെ ജനങ്ങൾ അവരുടെ സ്ഥാപനത്തിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇത് ഗവർണറുടെ സംവിധാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ രാജ്ഭവൻ എന്ന് പറയുന്നത് RSSകാർ വീട്ടിൽ തീർത്തോണ്ടുന്ന സാധനമല്ല. ഇത് ജനങ്ങളുടെ പൈസ എടുത്ത് ജനങ്ങളുണ്ടാക്കിയ നമ്മുടെ പൈസയാണ്. ഇവിടുത്തെ ഓരോരുത്തരുടെയും പൈസയാണ്. ഈ പറഞ്ഞ രാജ്ഭവൻ നടത്തിക്കൊണ്ട് പോകാൻ കൊടുക്കുന്ന പൈസയില്ലേ, അത് ഞങ്ങൾ നികുതി കൊടുക്കുന്ന പൈസയാണ്. ഇവിടുത്തെ ക്രിസ്ത്യാനി, ഇവിടുത്തെ ഹിന്ദു, ഇവിടുത്തെ മുസ്ലിം പൈസ കൊടുക്കുന്ന പണം കൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ പരിപാടി നടത്തുന്ന പണം കൊടുക്കുന്നത് കേരള സർക്കാരാണ്. അതാരല്ല, അത് ഈ പറയുന്ന RSSകാരെ വീട്ടിൽ നിന്ന് കൊണ്ടിരുന്നല്ലോ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതൊന്നും അംഗീകരിക്കേണ്ട, ഇതൊന്നും RSS നികുതി കൊടുക്കുന്നുണ്ട്. അത് ഇന്ത്യ ഭരണഘടന. അതുകൊണ്ട് RSSകാർ പറയുന്ന കാര്യം നമ്മൾ കേൾക്കേണ്ട വരും. അതുകൊണ്ട് RSSകാർ പറയുന്ന കാര്യം ഞങ്ങൾ കേൾക്കേണ്ട വരും. പൗരന്മാരിൽ RSS ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഞാൻ നികുതി കൊടുക്കുന്ന ഞാൻ നികുതി കൊടുക്കുന്ന ഈ പറയുന്ന രാജ്ഭവനുണ്ടല്ലോ, എന്റെ പണം കൊണ്ടുണ്ടാക്കിയ രാജ്ഭവനുണ്ടല്ലോ, എന്റെ രാഷ്ട്രീയക്കാരുടെ പണം കൊണ്ടുണ്ടാക്കിയ രാജ്ഭവനിൽ ഞാൻ പറയുന്ന ബിംബം കൂടെ നിങ്ങൾ വെക്കുവോ? നിങ്ങൾക്ക് തോന്നുന്ന ബിംബം വെക്കാൻ പറ്റില്ല. അതിനാണ് ഇവിടെ ഭരണഘടനയുള്ളത്, അതിനാണ് നിയമമുള്ളത്, അതിനാണ് ഭരണഘടനയിൽ പറയാത്ത, ഇന്ത്യൻ നിയമത്തിൽ പറയാത്ത ഒരു ധ്വജത്തെയും ഒരു ഭാരതാംബേനെ അംഗീകരിക്കേണ്ട ഗതികേട് ഇന്ത്യൻ ജനതയ്ക്ക് വന്നിട്ടില്ല. അത് കുറച്ചുകൂടെ കഴിയട്ടെ. നിങ്ങൾ ഈ പറയുന്ന സംവിധാനങ്ങൾ മുഴുവൻ കൈയടക്കുക, അന്നേരം ആലോചിക്കാം. ഇപ്പൊ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയാ, ഇപ്പൊ കേരളം ഭരിക്കുന്ന പിണറായി വിജയനാ, ഇപ്പൊ കേരളം ഭരിക്കുന്ന CPI ആ. അവർ പറയുന്ന കാര്യങ്ങൾ അവരിറങ്ങിപ്പോന്നല്ലോ. എന്തേ അവർക്ക് ഈ പറയുന്ന ഗവർണർക്ക് ഈ കാര്യം നടത്തിക്കൊടുക്കാൻ പറ്റിയില്ല? കേരള സർക്കാർ തീരുമാനിച്ച പരിപാടി രാജ്ഭവനിൽ നടത്താൻ നിങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾക്ക് സംവിധാനങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരാളെ കിട്ടാതെ പോയത്? ഗവർണർക്ക് വേറൊരു ഗവർണറെ വെച്ച് നടത്തേണ്ടി വന്നില്ലേ? എന്തുകൊണ്ടാണ് കേരളത്തിൽ ഒരു മന്ത്രിയെ കിട്ടാതെ പോയത്? കേരളത്തിൽ എന്തുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി കിട്ടാതെ പോയത്? രാജേന്ദ്ര വിശ്വനാഥ് പോയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഈ പറഞ്ഞ ഗവർണർ RSSന്റെ പ്രതിനിധിയായി രാജ്ഭവനിൽ പരിപാടി നടത്തിയാൽ അതൊന്നും സമ്മതിക്കേണ്ട ഗതികേട് കേരളത്തിലെ സർക്കാരും കേരളത്തിലെ ജനങ്ങൾക്ക് വന്നിട്ടില്ല. ആ സമയത്ത് അതൊരു നിങ്ങൾ എടുത്തു വെക്കുന്ന ഭഗവത് ധ്വജത്തെയൊക്കെ പൂജിച്ചു കളയാം എന്ന് തീരുമാനിച്ചാൽ അതിന് വേറെ ആളെ നോക്കണം. വിളക്ക് കൊളുത്താൻ ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് ആളുകൾ RSSന്റെ ഓഫീസിൽ കൊണ്ടുവെക്കണം. 2001 വരെ ഇല്ലാത്ത, 2002 വരെ ഇല്ലാത്ത ഈ പറയുന്ന ദേശീയ പതാക അതുപോലെ തന്നെ പാർട്ടി ആസ്ഥാനങ്ങളിലൊക്കെ ഉയർത്തി തുടങ്ങിയത് 2002 എല്ലാ ദിവസവും പതാക വെക്കാനുള്ള തീരുമാനം 2005
ഈ പറഞ്ഞ ടാഗോർ വരച്ച ഭാരതാംബേനെ നിങ്ങൾക്ക് എന്തേ അംഗീകരിക്കാൻ പറ്റാത്തെ? നിങ്ങൾക്ക് അങ്ങനെ ഭാരതാംബേനോട് സ്നേഹമാണെങ്കിൽ അത് അംഗീകരിച്ചുകൂടായിരുന്നോ? നിങ്ങൾക്കൊരു പതാക അംഗീകരിക്കുന്നില്ല. അല്ല, കാവിക്കൊടി പിടിച്ച ഒരു ഭാരതാംബേനെ ഉണ്ടാക്കിയിട്ട് ഇവരെ അംഗീകരിച്ചോളൂ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കേണ്ട ഗതികൾക്ക് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കും ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്കും വന്നിട്ടില്ല. ഹിന്ദുക്കളെ തോട്ട അച്ചാരമൊന്നും നിങ്ങൾ എടുക്കണ്ട. ഇന്ത്യയിലെ ഹിന്ദുക്കളും ഈ രാജ്യത്തിന്റെ സംസ്കാരമല്ല. നിങ്ങൾ ഒരു മിനിറ്റ്, നിങ്ങളുടെ ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുക്കളുടെയും നിങ്ങൾ എടുക്കണ്ട. ഇന്ത്യയിലെ ഹിന്ദുക്കളെയും ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെയും ഇന്ത്യയിലെ മുസ്ലിങ്ങളെയും മതേതര വിശ്വാസികളായ ജനങ്ങളുടെ മുഴുവൻ അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വെച്ചാൽ മതിയെന്നേ. അല്ലെങ്കിൽ നിങ്ങൾ RSSന്റെ ഓഫീസിൽ കൊണ്ടുവച്ചോളൂ. അല്ലാതെ ഇതിനെ പൂജിക്കാനും ഇതിന് പുഷ്പാർച്ചന നടത്താനും നമ്മളെ നേരെ കിട്ടൂല. പക്ഷേ ഇവിടെ നോക്കൂ, രാജ്ഭവനിൽ ആ തരത്തിൽ കൊണ്ടുവയ്ക്കാൻ ഗവർണർക്ക് അധികാരമില്ല. ഗവർണർ ഭരണഘടനാ ലംഘനമാണ് നടത്തിയത് എന്നുള്ളത് തന്നെയാണ് തെളിയുന്നത്. ഒരു മതചിഹ്നമോ ഈ തരത്തിലുള്ള ചിഹ്നങ്ങളോ കൊണ്ടുവയ്ക്കാനുള്ള സ്ഥലമല്ല. അവിടെ എന്തുകൊണ്ട് ദേശീയ പതാക വയ്ക്കാൻ പറ്റില്ല? ഒരു മിനിറ്റ് സുജിയ, പിണറായി വിജയൻ സർക്കാർ അത്രയ്ക്ക് വിവരമില്ലാത്ത സർക്കാരാണോ? പിണറായി വിജയൻ സർക്കാരിന് അറിയാം ഇതിൽ ഭരണഘടനാ ലംഘനമുണ്ടെങ്കിൽ നടപടിയെടുക്കാൻ. CPIയുടെ MP സ്വന്തം നിലയ്ക്ക് പോകേണ്ട ആവശ്യമില്ല. സർക്കാർ എന്ന നിലയിൽ പറയാം ഗവർണറെ തിരിച്ചു വിളിക്കാൻ. ഇവിടുത്തെ ഓരോ പൗരനും, എനിക്കും സ്മൃതിക്കും സുജയ്ക്കും ഇവിടുത്തെ സാധാരണക്കാരന്റെ ജനങ്ങൾക്ക് മുഴുവൻ ഓരോ പൗരനും രാഷ്ട്രപതിക്ക് പരാതി കൊടുക്കാനുള്ള അധികാരമുള്ള രാജ്യമാണ് ഇന്ത്യ. സർക്കാർ എന്തുകൊണ്ട് ആക്ട് ചെയ്തില്ല? മാഡം, ഞാൻ അദ്ദേഹത്തോടാണ് സംസാരിക്കുന്നത്. ഭരണഘടനാ ലംഘനമുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് അക്കാര്യം ചൂണ്ടിക്കാട്ടി ഗവർണറെ തിരിച്ചു വിളിക്കണമെന്നല്ല? സന്തോഷ് കുമാർ MP വ്യക്തിപരമായിട്ടാണ് കേരളം ഞാൻ പറയാം സാർ, ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിക്കണമെന്നുള്ള ആവശ്യം സർക്കാരാണ്. എന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ട് എന്റെ മുഖ്യമന്ത്രി തന്നെയാണ്. അത് ഉമ്മൻചാണ്ടി ആയാലും പിണറായി വിജയൻ ആയാലും എന്റെ മുഖ്യമന്ത്രി പറയാൻ എനിക്ക് ആർജവുമുണ്ട്. പിണറായി വിജയനോട് എനിക്ക് കൊതിക്കേറില്ല. നരേന്ദ്രമോദി ഭരിക്കുന്ന കേന്ദ്രത്തിലേക്ക് ഒരു പരാതി കൊടുക്കുന്നതോടെ രാജ്യസഭ ഗവർണറെ തിരിച്ചു വിളിക്കുന്നുള്ള ബോധ്യം ഞങ്ങൾക്കില്ല. ആ കാലമൊക്കെ കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഒരു മിനിറ്റ്, ഞാൻ പറയുന്നത് എന്താ അറിയോ? നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കേണ്ടുള്ളൂ. ഭരണഘടനയിൽ പറയാത്ത ഒരു ഭാരതാംബേനെ അംഗീകരിക്കേണ്ട കാര്യമൊന്നും ഇന്ത്യയിലെ ജനങ്ങൾക്കില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, RSS മനസ്സിലാക്കിയാൽ മതി, ഗവർണർ മനസ്സിലാക്കിയാൽ മതി. അതൊരു പുഷ്പാർച്ചന നടത്താൻ വേണ്ടിയിട്ടൊന്നും ഒരു നേതാവ് ഒരു മന്ത്രി പോകുന്നു നിങ്ങൾ വിചാരിക്കേണ്ട. ആ വെച്ച വെള്ളമൊക്കെ വാങ്ങി വെച്ചോളൂ സുജിയ. Meet the editors.